KP നൗഷാദ് അലി, BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ ശ്രീ ജോർജ് കുര്യൻ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വോട്ടുകളായി മാറുമെന്നാണ്. പിന്നെ ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു, അവർ മുജ്റ നൃത്തം കളിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബീഹാറിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങളിലും ചരിത്രത്തിലേക്ക് കടന്നു ചെന്ന് ശ്രീ ജോർജ് കുര്യൻ പറയുന്നു കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ മതപ്രീണന സ്വഭാവം ആ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതെന്ന്. അയോധ്യ രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന് അവർ കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ എന്താണ്? 100 എന്ന 3 അക്കത്തിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റുകൾ മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഇവിടെ ജോർജ് കുര്യനൊക്കെ ഉറക്കം നടിക്കുന്ന ആളുകളാണ്. ഇവിടെ എക്കോ വരുന്നുണ്ടോ? ഒന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ പറയാം. ജോർജ് കുര്യനൊക്കെ ഉറക്കം നടിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ വിളിച്ചുണർത്താൻ ശ്രമിച്ചിട്ട് ഞാൻ എൻ്റെ സമയം വൃഥാവിലാക്കുന്നില്ല. പിന്നെ അദ്ദേഹമൊക്കെ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ വീടുകളുടെ പൂമുഖങ്ങളിൽ ആളുകൾ കേൾക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു ഖേദവും സങ്കടവും ഒക്കെ ഉണ്ട്. ഞാൻ ഏതായാലും ഒരു കാര്യം പറയാം. ഇവിടെ ശ്രീരാമചന്ദ്രൻ വനവാസത്തിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ കാണാനെത്തിയ അധികാരസ്ഥാനത്തുള്ള സഹോദരനോട് ചാർവാകന്മാരുടെ ക്ഷേമം അന്വേഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത്. ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ യുക്തിവാദികളായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗമാണ്. അവരുടെ ക്ഷേമം അന്വേഷിച്ച ശ്രീരാമനെ ഏതായാലും ഇവിടെ ജോർജ് കുര്യൻ ആക്ഷേപിക്കാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്കൊരു ആശ്വാസമുണ്ട്. ആ ശ്രീരാമനെ പിന്തുടർന്ന മൻമോഹൻ സിംഗിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അതിവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയ കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ ഗോപികൃഷ്ണനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കറന്റായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ എക്കോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുമ്പിൽ വന്ന ഒരു പ്രധാന വാർത്ത. ഇന്തോനേഷ്യയിൽ നിന്ന് വില കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്തിട്ട് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ചു കൊടുക്കും പോലെ അത് കൂടിയ വിലക്ക് ഗുണനിലവാരം കൂടിയ കൽക്കരിയാക്കി മോദിയുടെ ഉറ്റ സുഹൃത്തായ അദാനി അങ്ങ് തമിഴ്നാട്ടിൽ അത് ടൺ കണക്കിന് ചെലവാക്കി എന്നുള്ള വാർത്ത വന്നു. അതിന്റെ ഭാഗമായിട്ട് അദാനിക്ക് ഏതായാലും ഇന്ത്യ മുഴുവൻ പിന്നെ ഒരു രക്ഷസിനെ പോലെ ഊറ്റിയെടുത്തോണ്ട് കൊണ്ടിരിക്കുകയാണ്. മോദി അതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോട്ടെ, ഇവിടെ വലിയ വായുമലിനീകരണം ഉണ്ടാകുന്നു, ഇവിടെ പിന്നെ അന്തരീക്ഷ താപം വർദ്ധിക്കുന്നു, അത് ഒരുപാട് തരത്തിലുള്ള പിന്നെ മലിനീകരണ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു, ആഗോള താപനത്തിനിടയാക്കുന്നു. ആ വിഷയത്തിലൊക്കെ വലിയ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഒരുപാട് സംഘടനകൾ ഇന്ത്യൻ സുപ്രീം കോടതിയോട് അഭ്യർത്ഥന നടത്തിയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ 6ാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. ഈ വോട്ടെടുപ്പിന്റെ ഇടയിലാണ് നരേന്ദ്രമോദി പറയുന്നത് ഞാനൊരു ദൈവത്തിന്റെ അവതാരമാണ്, എന്നെ ദൈവമാണ് പറഞ്ഞയച്ചത് എന്നൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. ഗോപികൃഷ്ണ, ഇതൊക്കെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ബാലാരിഷ്ടതകളിലൂടെ നടന്നു പോകുന്ന കാലത്ത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ സയന്റിഫിക് ടെമ്പർ ഈ രാജ്യത്തെ വലിയ ഉദാത്തമായൊരു പരിവേഷത്തിൽ ലോകത്തിന് മുമ്പിൽ എത്തിച്ചിരുന്നു. ആ രാജ്യമാണ് 10-75 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു പ്രധാനമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ സ്വയം അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിലൊക്കെ അവഹേളനത്തിന് സ്വയം പാത്രീഭൂതരാകുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് എന്ത് വിലയിരുത്താനാണ്? അതിന്റെ അപ്പുറത്തൊരു വാചകം പോലും അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മോദി തരംഗമില്ല ഗോപികൃഷ്ണൻ. ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്ക് എവിടെയും സ്ഥാനമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബലാക്കോട്ടും പുൽവാമയും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജീവൽ പ്രശ്നങ്ങൾക്കാണ് ആധിപത്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിശ്വാസമുണ്ട്, ആവേശമുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവർ പിത്തലാട്ടം നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചില്ലെങ്കിൽ ജൂൺ 4-ാം തീയതി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഗുജറാത്തിലേക്ക് മടങ്ങേണ്ടി വരും. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലേറും. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളത്
അക്ഷരാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ BJP 100 ചില്ലാനം സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന കാര്യത്തില് ഈ രാജ്യത്താർക്കും തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കർണാടകയിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ, ഞങ്ങൾ ബീഹാറിൽ, UP-യിൽ, രാജസ്ഥാനിൽ, ഇന്ന് തെരഞ്ഞെടുപ്പെടുന്ന ഹരിയാനയിൽ, അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഞങ്ങളുടെ വലിയ മുന്നേറ്റം ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തൊരു മാറ്റത്തിന്റെ മാറ്റിൽ മുഴങ്ങുന്ന ഒന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റ സാധ്യതകളെ അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉത്തർപ്രദേശിൽ 62 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയത്, കോൺഗ്രസിന് ഒന്നുപോലുമില്ല. വെസ്റ്റ് ബംഗാളിൽ 18 സീറ്റ് BJPക്ക് കിട്ടി. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും മാത്രം എടുക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിർണായകമാകുന്ന 2 സംസ്ഥാനങ്ങൾ. അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് എന്ത് മാജിക്കാണ് നടത്താൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. പിന്നെ കോൺഗ്രസിന് ഗെയിൻ ഉണ്ടാക്കാൻ ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഈ മേഖലകളിൽ എങ്ങനെയാണ്, എന്ത് സാധ്യതകളാണ് കോൺഗ്രസ് കാണുന്നത്? പിന്നെ കോൺഗ്രസ്, താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കാവുന്ന സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കർണാടകത്തിലും തെലങ്കാനയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ, അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? എവിടെ നിന്നാണ് നിങ്ങൾ വോട്ട് ഷെയറിലെ വർധനയല്ല, സീറ്റുകളായി ഇതെല്ലാം മാറും കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അനുകൂലമായിട്ടെന്ന് നിങ്ങൾ കരുതുന്നത്? എവിടെയൊക്കെ, എന്തുകൊണ്ട്? ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം പറയുകയാണ്. ഇവിടെ നിങ്ങൾ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം എടുക്കുക. ഈ മഹാരാഷ്ട്രയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ഛഗൻ ഭുജ്ബൽ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നിരീക്ഷിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെക്കും അനുകൂലമായിട്ട് വലിയ വികാരമുണ്ട് എന്നുള്ളത്. ഞങ്ങൾക്ക് അവിടെ അടിവരയിട്ട ഉത്തമ വിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും. കഴിഞ്ഞ തവണ 48-ൽ 41 BJP സഖ്യം നേടിയിട്ടുണ്ട്. ഇത്തവണ 25 സീറ്റിൽ ഞങ്ങളുടെ മുന്നേറ്റമുണ്ടാകും. അവിടെ ഉദ്ധവനും ശരത് പവാറിനും അനുകൂലമായിട്ട് അവരുടെ പാർട്ടിയുടെ പേര്, ചിഹ്നം, കൊടി ഒക്കെ കവർന്നു കൊണ്ടുപോയതിനെതിരെ വലിയൊരു ജനരോഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ വലിയ മുന്നേറ്റം ഞങ്ങളുടെ സഖ്യമുണ്ടാക്കും. ഇവിടെ ബീഹാറിൽ 40-ൽ 39 സീറ്റ് BJP സഖ്യത്തിനാണ്. അവിടെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുന്നേറ്റം ഉത്തർപ്രദേശിൽ 20 സീറ്റ് ഏറ്റവും കുറഞ്ഞ് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. യുപിയിൽ എല്ലാ കാലത്തും വർഗീയതയുടെ പരമകാഷ്ഠയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കാറ്. കഴിഞ്ഞ തവണ നടന്നു, അതിന് മുമ്പ് അതിലേറെ നടന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മോദി തരംഗമില്ല. അവിടെ ഒരു തരത്തിലുള്ള വർഗീയതക്കും ഒരു ആധിക്യമോ മുൻകൈയോ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആന്റി ഇൻകംബൻസിയുടെ വലിയൊരു പശ്ചാത്തലം 2 തവണയായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്നു, അതവിടെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കും. ഞങ്ങൾ 1 സീറ്റിൽ അവിടെ ജയിച്ചിട്ടുണ്ട്. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ 1 സീറ്റും ഇല്ല എന്നുള്ളത് ശരിയല്ല. അവിടെ ഞങ്ങൾ അമേഠിയും ജയിക്കും, റായ്ബറേലിയും ജയിക്കും. ഞങ്ങൾ മത്സരിക്കുന്ന 16 സീറ്റിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. SP കോൺഗ്രസ് മുന്നണി ആ സംസ്ഥാനത്ത് എത്രത്തോളം മുന്നേറുമെന്ന് ജൂൺ 4-ാം തീയതി നിങ്ങൾ നേരിട്ട് കണ്ടുകൊള്ളുക. ഇവിടെ നിങ്ങൾ ഒറീസയുടെ കാര്യം പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് സമീപകാലത്ത് ഒറീസയിൽ BJP സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ 1 സീറ്റാണ് അവിടെ നേടിയത്. അതിൽ നിന്ന് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. BJPക്ക് അവിടെ ഒരു സഖ്യകക്ഷിയെ കൂടിയാണ് ഒറീസയിൽ നഷ്ടമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹരിയാന, രാജസ്ഥാൻ, ഡൽഹിയൊക്കെ നിങ്ങൾ സമ്മതിച്ചല്ലോ. ജാർഖണ്ഡ്, അവിടുത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ടതിന്റെ വലിയ ജനരോഷം അവിടെയുണ്ട്. 14-ൽ 11 സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ജയിച്ചത് BJP സഖ്യമാണ്. അവിടെ വലിയ മുന്നേറ്റമുണ്ടാകും. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അവിടെ 11-ൽ 9 സീറ്റും ജയിച്ചത് BJP സഖ്യമാണ്. അവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തന്നെ മുൻനിർത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഞങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകും. ഇവിടെ ഗുജറാത്ത് എന്ന സംസ്ഥാനം ഉണ്ടല്ലോ, അവിടെ രജപുത്ര എന്ന 6% വരുന്ന വലിയ ജനവിഭാഗം BJPക്കെതിരായിട്ട് തിരിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണത്. 1 സീറ്റ് പോലും ഞങ്ങൾക്കില്ല. അവിടെ പോലും ഞങ്ങൾ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ സഫലമാവുമെന്നാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. മധ്യപ്രദേശിൽ ചിന്ദ്വാര എന്ന 1 സീറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ ഒട്ടേറെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലുങ്കാനയൊക്കെ അടക്കം
ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസ് 50 സീറ്റിനടുത്ത് നേടുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ കർണാടകയിലെ ഏതെങ്കിലും BJP-കാരോട് സംസാരിച്ചാൽ മതി, അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആകുമെന്ന് BJP-കാർ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. നിങ്ങൾ നേരത്തെ ബംഗാളിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ 18 സീറ്റ് എന്ന BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പറിലാണ് BJP നിൽക്കുന്നത്. അവിടെ നിന്ന് അവർ താഴേക്ക് പോകും. കാരണം അവിടെ ആന്റി ഇൻകംബൻസിയുടെ ഗുണഫലം കോൺഗ്രസ് CPM സഖ്യം കൂടി പങ്കിട്ടെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കുന്നത്. അവിടെ BJP-യുടെ നമ്പർ താഴേക്ക് പോകും. ആസാമിൽ കേവലം 4 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ആസാമിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ആന്റി ഇൻകംബൻസിയുടെ വലിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വടക്ക് കിഴക്കായാലും തെക്കേ ഇന്ത്യയായാലും ഉത്തരേന്ത്യയായാലും മധ്യേന്ത്യയായാലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയായാലും ഒക്കെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന തെരഞ്ഞെടുപ്പുകളാണ് പുരോഗമിച്ചിട്ടുള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.